ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. 2024 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഹിന്ദി സിനിമ ആർട്ടിക്കിൾ 370 മികച്ച ചിത്രം, രാജ്കുമാർ പെരിയസ്വാമി മികച്ച സംവിധായകൻ, മികച്ച നടി യാമി ഗൌതം, മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിയും കാർത്തിക് ആര്യനും പങ്കിട്ടു. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാളം. ഭ്രമയുഗത്തിലൂടെ മമ്മൂട്ടിക്ക് 4ാം ദേശീയ പുരസ്കാരം. മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി. മികച്ച മലയാള സിനിമ ഫെമിനിച്ചി ഫാത്തിമ. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 വിജയകരമായി വിക്ഷേപിച്ചു. സ്വകാര്യ മേഖലയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടം കുറിച്ച് സ്കൈ റൂട്ട് എയ്റോസ്പേസ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹിയിൽ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നയം ഉറച്ച പ്രവർത്തനശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യൻ താരം PV സിന്ധു. വാർത്തകൾ വിശദമായി. 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ഹിന്ദി ചിത്രം ആർട്ടിക്കിൾ 370 നേടി. മികച്ച നടനുള്ള പുരസ്കാരം ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂട്ടിക്കും ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കാർത്തിക് ആര്യനും പങ്കിട്ടു. മികച്ച നടി യാമി ഗൌതം, മികച്ച സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി ചിത്രം അമരൻ, മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം GV പ്രകാശ് കുമാർ നേടി. ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ തമിഴ് ചിത്രമായ മെയ്യഴകനും ക്യാപ്റ്റൻ മില്ലർ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് നടൻ ധനുഷിനും പ്രത്യേക ജൂറി പരാമർശം. 2024 സെൻസർ ചെയ്ത 400 ചിത്രങ്ങളാണ് ഇത്തവണ അവാർഡിനായി പരിഗണിച്ചത്. സംവിധായകൻ ജയരാജായിരുന്നു 11 പേരടങ്ങുന്ന ജൂറിയുടെ അധ്യക്ഷൻ. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാള സിനിമ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 4ാം തവണയാണ് മമ്മൂട്ടിക്ക് ലഭിക്കുന്നത്. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചു. ഭ്രമയുഗത്തിലൂടെ മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം ഷഹനാദ് ജലാൽ നേടി. അജയന്റെ 2ാം മോഷണം എന്ന ചിത്രത്തിലെ അങ്ങുവാന കോണില് എന്ന ഗാനത്തിലൂടെ വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയായി. ബെസ്റ്റ് ആക്ടർ ഇൻ ലീഡിംഗ് റോൾ ഷെയർഡ് ഭ്രമയുഗം മലയാളം. Actor Mammootty. Best Malayalam Film Feminichi Fatima. Producer 1001 Stories and AFD Cinemas. Director Fasil Muhammad. Best Cinematography Brahmayugam Malayalam. Cinematographer Shahnaaz Jalal. Best Female Playback Singer ARM Vaikam Vijayalakshmi for song Anguvana Konile. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്തു പകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി CP ജോർജ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു. മിഷൻ ആഗമന്റെ ഭാഗമായി ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈ റൂട്ട് എയ്റോസ്പേസ് വികസിപ്പിച്ചെടുത്തതാണ് വിക്രം 1. ഒരു ഇന്ത്യൻ സ്വകാര്യ കമ്പനി ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടമാണ് ഇതിലൂടെ കൈവരിച്ചത്. ദൌത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. രാജ്യത്തെ ബഹിരാകാശ മേഖലയിലെ ചരിത്രപരമായ അധ്യായമാണ് ഈ ദൌത്യമെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. और दूसरा जमीन में भी उस रूट्स को आपने मजबूती दी है जो देश के नौजवानों को आगे आने की प्रेरणा देगी. और मुझे ये सफलता के लिए तो आनंद होना ही होना था, लेकिन आप लोगों ने जिस कमिटमेंट के साथ मेहनत की, मैं आपको, आपकी पूरी टीम को इस महत्वपूर्ण निर्णय के लिए और महत्वपूर्ण सफलता के लिए मैं बहुत बहुत बधाई देता हूँ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. ഇതിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. ഇരു സഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം. ജന്തർ മന്ദിറിൽ നിരാഹാര സമരം നടത്തിവരികയായിരുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിന് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിന് ആശുപത്രിയിലേക്ക് മാറ്റി. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഡൽഹി ഹൈക്കോടതിയുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയതെന്ന് ന്യൂഡൽഹി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അറിയിച്ചു.
പെൻഷൻകാരുടെ പരാതികൾ തീർപ്പാക്കുന്നതിനപ്പുറം ആശങ്കകൾ പരിഹരിക്കുന്നതിലായിരിക്കണം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ പെൻഷൻ വ്യവഹാരത്തെക്കുറിച്ചുള്ള രണ്ടാമത് ദേശീയ ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെൻഷൻ സംബന്ധമായ തർക്കങ്ങൾ ഭരണപരമായി പരിഹരിക്കണമെന്നും അതുവഴി പെൻഷൻകാർ കോടതികളെ സമീപിക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. 4 കോടി ഡൗൺലോഡുകൾ കടന്ന ആധാർ ആപ്പ്. ഇതിനോടകം 11 ലക്ഷത്തിലധികം വിലാസങ്ങൾ ആപ്പിലൂടെ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞതായി കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം വ്യക്തമാക്കി. 49 ലക്ഷത്തിലധികം മൊബൈൽ നമ്പറുകളും ആപ്പിലൂടെ അപ്ഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ല നയം വെറുമൊരു പ്രസ്താവനയല്ല, മറിച്ച് ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ നടന്ന ഫോഴ്സസ് ഫസ്റ്റ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദികളെ അവരുടെ താവളങ്ങളിൽ ചെന്ന് നേരിടാൻ ഇന്ത്യയ്ക്ക് മടിയില്ലെന്നതിന് തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നും അദ്ദേഹം വ്യക്തമാക്കി. नई डिफेंस एक्विजिशन प्रोसीजर के माध्यम से बाई इंडियन आईडीडीएम जैसी व्यवस्था को भी प्राथमिकता दी गई. सेनाओं के आधुनिकीकरण के लिए निर्धारित बजट का 75% भाग भारतीय उद्योगों से खरीद के लिए सुरक्षित किया गया. इस साल हम नया डिफेंस एक्विजिशन प्रोसीजर लेकर आ रहे हैं, जिसके कारण देश में डिफेंस प्रोडक्शन को एक नई रफ्तार मिलेगी और एक नई ताकत भी मिलेगी. ഉഡാൻ പദ്ധതിയുടെ ഭാഗമായി കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള എല്ലാ പ്രാഥമിക നടപടിക്രമങ്ങളും പൂർത്തിയായതായി ലക്ഷദ്വീപ് പോർട്ട്, ഷിപ്പിംഗ് ആൻഡ് ഏവിയേഷൻ വകുപ്പ് ഡയറക്ടർ ഗിരിശങ്കർ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ 5 ദ്വീപുകളിലേക്കാണ് സർവീസുകൾ ആരംഭിക്കുക. കാലാവസ്ഥ അനുകൂലമായ ഉടൻ അഗത്തി ദ്വീപിൽ സർവീസുകളുടെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് അടുത്ത മാസം 18 മുതൽ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇതോടെ സമ്പൂർണ്ണ അന്താരാഷ്ട്ര ചരക്ക് കവാടമായി വിഴിഞ്ഞം മാറും. ഇതോടനുബന്ധിച്ച് മിഷൻ സമുദ്ര വ്യവസായ ഉച്ചകോടിയും സംഘടിപ്പിക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും അതിനടുത്തുള്ള പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുള്ളതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഹിമാലയൻ, പശ്ചിമബംഗാൾ, സിക്കിം മേഖലകളിൽ നാളെ വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലെ ചില സ്ഥലങ്ങളിലും കർണാടക, മാഹി, ഒഡീഷ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലും ഇന്ന് ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്ത്യൻ ബാഡ്മിന്റൺ താരം PV സിന്ധു ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. ടോക്കിയോയിൽ നടക്കുന്ന ടൂർണമെന്റിൽ ചൈനീസ് താരം ചെൻ യു ഫെയ് പരിക്കേറ്റ് പിന്മാറിയതോടെയാണ് സിന്ധു ഫൈനലിലെത്തിയത്. ആദ്യ സെറ്റ് 21-19 സിന്ധു സ്വന്തമാക്കിയിരുന്നു. രണ്ടാം സെറ്റിൽ സിന്ധു 15-10 മുന്നിട്ട് നിൽക്കുമ്പോഴായിരുന്നു ചൈനീസ് താരത്തിന്റെ പിന്മാറ്റം. നാളെ നടക്കുന്ന ഫൈനലിൽ സിന്ധു ജപ്പാന്റെ അഗാനി യമാഗുച്ചിയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 3ാം സ്ഥാനക്കാരെ നാളെ അറിയാം. പുലർച്ചെ 2:30 മയാമി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. ഇംഗ്ലണ്ട് അർജന്റീനയോടും ഫ്രാൻസ് സ്പെയിനിനോടുമാണ് സെമിയിൽ പരാജയപ്പെട്ടത്. തിങ്കളാഴ്ച നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടും. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചുമായി സഹകരിച്ച് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കാര്യാലയം യുവ ഗവേഷകർക്കായി രാജ്യവ്യാപകമായി ഗവേഷണ പ്രബന്ധ മത്സരം സംഘടിപ്പിക്കുന്നു. CAG ഓഡിറ്റ് റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി ഗവേഷണം നടത്തുന്നതിന് വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇന്ത്യ പോസ്റ്റിന്റെ ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്യുന്നതിനായി തപാൽ വകുപ്പ് MyGov ഇന്നോവേറ്റ്സ് ഇന്ത്യ പ്ലാറ്റ്ഫോമിൽ മത്സരം ആരംഭിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 2024 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഹിന്ദി സിനിമ ആർട്ടിക്കിൾ 370 മികച്ച ചിത്രം. രാജ്കുമാർ പെരിയസ്വാമി മികച്ച സംവിധായകൻ. മികച്ച നടി യാമി ഗൌതം. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിയും കാർത്തിക് ആര്യനും പങ്കിട്ടു. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാളം. ഭ്രമയുഗത്തിലൂടെ മമ്മൂട്ടിക്ക് 4ാം ദേശീയ പുരസ്കാരം. മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി. മികച്ച മലയാള സിനിമ ഫെമിനിച്ചി ഫാത്തിമ. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ വികസിത ഓർബിറ്റർ റോക്കറ്റ് വിക്രം 1 വിജയകരമായി വിക്ഷേപിച്ചു. സ്വകാര്യ മേഖലയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടം കുറിച്ച് സ്കൈറൂട്ട് എയ്റോസ്പേസ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹിയിൽ.
ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാ നയം ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യൻ താരം PV സിന്ധു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.